എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിന്റെ പാറ്റേൺ ഒക്കെ മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്ലോത്ത് ആണ് നമുക്ക് കസ്റ്റമർ മീഷോന്ന് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സ്കേർട്ടും അതുപോലെ തന്നെ ബ്ലൗസും ചെയ്യാനുണ്ട്. ബ്ലൗസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. താഴത്ത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബോർഡർ വന്നിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ബോർഡർ സ്ലീവിന് വേണ്ട. നല്ല വിരിവുള്ള പഫ് സ്ലീവ് ആണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. കുഞ്ഞു സ്ലീവ് മതി. ഒത്തിരി ഇറക്കമില്ലാത്ത ക്രോപ്പ് ടോപ്പ് ആണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മീറ്റർ ക്ലോത്ത്, നല്ല വിടുത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ ഒരു 1 മീറ്റർ ക്ലോത്ത് മതിയാവും. അതല്ല നിങ്ങൾക്ക് ഒരു 3/4 സ്ലീവ് ഒക്കെ ആണെങ്കിൽ 1.5 മീറ്റർ ക്ലോത്ത് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പാറ്റേൺ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേര് നമ്മൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ പ്രിൻസസ് കട്ട് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ സീം അലവൻസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഞാനും അങ്ങനെ തന്നെ ഒത്തിരി മെത്തേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ നേരത്തെയൊക്കെ. പക്ഷെ അതിനേക്കാളും ഇതുപോലെ പാറ്റേൺ വരച്ചിട്ട് ആ പാറ്റേണിനോടൊപ്പം സീം അലവൻസ് ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് അത് റെഫറൻസ് ആയി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ബ്രൗൺ പേപ്പർ ഇല്ലേ, അതാണ് പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള പേപ്പർ വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ പേപ്പർ മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് അവർ തന്നിട്ടുള്ള അളവ് ബ്ലൗസിന്റെ ക്രോപ്പ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അപ്പൊ ആ 16 ഇഞ്ച് മാർക്ക് ചെയ്താൽ പിന്നെ എക്സ്ട്രാ സീം അലവൻസ് മാർക്ക് ചെയ്യാനില്ല. അപ്പൊ അത് കറക്റ്റ് ഞാൻ ആ 16 ഇഞ്ചാണ് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾ ആദ്യം തന്നെ എടുക്കുന്ന പേപ്പർ നല്ല ലെങ്ത് ഉള്ള പേപ്പർ ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് തന്നെ സീം അലവൻസും കൂടി ചേർത്ത് എടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ്. ആ 7 മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ മാർക്ക് ചെയ്യാണ്. ബാക്കി നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിലേക്ക് ഈ 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. നമുക്ക് ആ സ്ലോപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തത് കേട്ടോ. കാരണം ഡിസൈനിനനുസരിച്ചിട്ട് നെക്ക് വിഡ്ത്ത് കൂടും. ജസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ വരച്ചത്. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നത്. ബാക്കിൽ നെക്കിന് കുറച്ച് ലെങ്ത് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിൽ ഞാൻ ഒരു 7 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 7 ഇഞ്ച് ഇറക്കം കൊടുക്കുമ്പോൾ നമ്മൾ നോർമൽ ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ രണ്ട് ഭാഗത്തേക്ക് ലൂസായിട്ട് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറയ്ക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ച് വരെ കറക്റ്റ് ഷോൾഡർ എടുക്കുക. അതായത് ബാക്കിലെ നെക്കിന്റെ ഇറക്കാണ് കേട്ടോ. അവിടുന്ന് ഓരോ ഇഞ്ച് കുറയും തോറും നമ്മൾ 1/4 ഇഞ്ച് വെച്ചിട്ട് ഷോൾഡർ കുറച്ച് വരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു 3 to 4 ഇഞ്ച് വരെ ചെയ്താൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടും ഞാൻ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെ ഷോൾഡർ റോൾ ചെയ്ത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ഇഞ്ചേ കുറയ്ക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ കുറയ്ക്കുന്നില്ല. 2 ഇഞ്ച് വരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഷോൾഡർ കൊടുക്കുക. 3 ഇഞ്ച് ആവുന്ന സമയത്ത് കറക്റ്റ് ഷോൾഡറിൽ നിന്ന് 1/4 ഇഞ്ച് കുറയ്ക്കുക. ഷോൾഡറിൽ നിന്ന് മാത്രം പോരാ, എത്രയാണോ നമ്മൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്യുന്നത് അത്ര തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളും റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതേപോലെ ആദ്യം കറക്റ്റ് അളവിൽ ആം ഹോൾ വരച്ചിട്ടുണ്ട്. അവിടുന്ന് ഇതേപോലെ 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റും ഈ ആം ഹോൾ മാർക്ക് ചെയ്ത പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇത്രയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിൽ നെക്ക് ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 ഇഞ്ച് വെച്ച് ഷോൾഡർ റെഡ്യൂസ് ചെയ്യണം. എത്രയാണോ റെഡ്യൂസ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളിന്റെ ഏരിയയിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 9 ആണ്. അതിന് കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 13.5 ആണ്. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സീം അലവൻസുകൾ തമ്മിൽ മാത്രമേ യോജിപ്പിച്ച് വരയ്ക്കുന്നുള്ളൂ. കാരണം ഒരുപാട് ലൈൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് സീം അലവൻസ് മാത്രം യോജിപ്പിച്ചെടുത്തത് കേട്ടോ. ഇനി നമുക്ക് അപ്പക്സ് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പക്സിലേക്കുള്ള അളവ് എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ അകത്തേക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 9.5 ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ അപ്പെക്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് പോയിന്റിനാണ്. ബ്രസ്റ്റ് പോയിന്റ് എന്നുള്ള വേർഡ് നമ്മൾ ടെക്നിക്കലി യൂസ് ചെയ്യില്ല. അപ്പെക്സ് പോയിന്റ് എന്നാണ് പറയാ. ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. മുകളിലേക്ക് നമ്മൾ ആം ഹോൾ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ വേണം നമ്മൾ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ബാക്കിലുള്ള ആം ഹോൾ നോർമൽ നമ്മൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തിലേക്ക് വരാം. ഓൾറെഡി നമ്മൾ 1/4 ഇഞ്ച് ഷോൾഡർ കുറച്ചിട്ടുണ്ട്.
2 ഇഞ്ച് മാത്രം മതി ഷോൾഡർ എന്നാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല്, ഷോൾഡറും ആം ഹോളും തമ്മിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ചാണ് അവർ ഷോൾഡർ പറഞ്ഞിട്ടുള്ളത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടാകെ 2.25 ഇഞ്ച്. ഈ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് 3.5 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്ത് കിട്ടുന്നത്. ആ നെക്ക് വിഡ്ത്താണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴും കസ്റ്റമർ നമ്മളോട് ചെറിയ ഷോൾഡർ മതി അല്ലെങ്കിൽ കുറച്ച് ഷോൾഡറിന്റെ ഭാഗത്ത് കുറച്ച് തുണി മതി എന്നൊക്കെ പറയുമ്പോൾ ആം ഹോളിന്റെ ഏരിയയിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പെക്സ് പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കറക്റ്റ് അവരുടെ 2 ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, കാരണം നിങ്ങൾക്ക് അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. 2 ബ്രസ്റ്റ് പോയിന്റുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് പകുതി എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് 4 ഇഞ്ചാണ് നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ അപ്പെക്സിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത്. സെയിം ഇതേ 4 ഇഞ്ച് തന്നെ നമ്മൾ ചെസ്റ്റ് പോയിന്റിന്റെ ഭാഗത്തും അതുപോലെ തന്നെ വേസ്റ്റ് പോയിന്റിന്റെ ഭാഗത്തും താഴ്ഭാഗത്തും ബോട്ടം ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചെസ്റ്റിന്റെ അവിടെ മുതൽക്ക് താഴെ വരെ ബോട്ടം വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ആം ഹോൾ, ഫ്രണ്ടിലെ അല്ല ബാക്കിലെ ആം ഹോൾ ആണ് എടുക്കുന്നത്. ബാക്കിലെ ആം ഹോൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് വെച്ചിട്ട് അതേപോലെ എങ്ങനെയാണോ ആ ഒരു ആം ഹോളിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ കറക്റ്റ് പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പകുതി മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ചെസ്റ്റ് പോയിന്റിൽ വന്ന് നിർത്തിയിട്ടുള്ള ലൈനും തമ്മിൽ ഒരു ആംഗിൾ ഷേപ്പ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ലൈനും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ചെസ്റ്റ് പോയിന്റിന്റെ നേരെ താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആംഗിൾ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഫ്രഞ്ച് കർവ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട, ജസ്റ്റ് കൈ വെച്ചിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ആം ഹോളിന്റെ ഭാഗത്ത് കറക്റ്റ് സെന്ററിന്ന് 2 സൈഡിലേക്കായിട്ട് 1/4 ഇഞ്ച് വെച്ചിട്ടുള്ള ഡാട്ട് കൊടുക്കണം. ജസ്റ്റ് ആ 1/4 ഇഞ്ച് നമ്മൾ ഈ ഷേപ്പ് വരച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴേക്ക് വരാം. താഴെ സാധാരണ രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ഈ ലൈനിന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യും. അതായത് ഒരു 38 പ്ലസ് സൈസ് വരെയുള്ള ആൾക്കാർ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. എബോവ് 38 പ്ലസ് സൈസ് ഉള്ള ആൾക്കാർ മാത്രം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇൻ സ്ട്രെയിറ്റ് ലൈനിനാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ കുറച്ചും കൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും പുറത്തേക്ക് ഒരു 1 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ആ ഒരു ലൈൻ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിന് നേരെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന പോയിന്റും ഈ ഒരു 2 ഇഞ്ചും കൂടി സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് നിങ്ങൾക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അവിടെ ഒരു ബ്രസ്റ്റിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ട് അവിടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ പോകുന്ന പോലെ. അതായത് നമ്മുടെ ഒരു ബ്രസ്റ്റിന്റെ ഷേപ്പ് എങ്ങനെയാണ് അതുപോലെയാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് വേണം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്രസ്റ്റിന്റെ ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. ആദ്യം നമുക്ക് ഔട്ടർ ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഇതേപോലെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ക്ലോത്ത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് അളവാണ് നമുക്ക് പാറ്റേൺ ഉള്ളത് എന്ന്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈനിന്റെ മുകളിലാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺ വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത പ്രകാരം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്കിലും ഫ്രണ്ടിലും പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്രണ്ടിൽ ഇപ്പം കട്ട് ചെയ്യുന്ന രീതിക്ക് കട്ട് ചെയ്തിട്ട് സെയിം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ആ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ആം ഹോളിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഡാട്ടും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. താഴ്ഭാഗം ഒക്കെ സെയിം ഞാൻ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 പീസിലും ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. അതിന് ഫ്രണ്ടിലെ ആം ഹോൾ ആയിട്ട് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ആ വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇനി ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കണം. കാരണം സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. ആ ലൈനിന്റെ മുകളിൽ വേണം നമ്മൾ ഈ മേക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺ വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ സൈഡിലേക്കുള്ള പീസാണ് വെക്കുന്നത്. വെക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് കുറച്ച് ക്ലോത്ത് ഉള്ള രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം. അതായത് നമ്മൾ സെന്ററിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോളം ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത്രയും ക്ലോത്തിന്റെ കുറവ് നമുക്ക് ഈ ഒരു പീസിൽ ഉണ്ടാവും. അത് നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് എക്സ്ട്രാ ആയിട്ട് എടുക്കുക. അപ്പൊ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴ്ഭാഗത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വെക്കുക. അതായത് സൈഡിൽ വെക്കുക കേട്ടോ, സെന്ററിലൊന്നും വെക്കരുത്. സൈഡിൽ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി സെയിം ഒരേപോലെ അളവിലേക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ച്, എത്രയാണോ നിങ്ങൾക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സീം അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീം അലവൻസ് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ബാക്കി ഭാഗങ്ങളിലൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ക്രീനിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ലൈനിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആകെ നമുക്ക് സൈഡിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ സെന്ററിൽ കറക്റ്റ് നമ്മൾ 1/2 ഇഞ്ച് തയ്ക്കാനുള്ള സീം അലവൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെയിം ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമേ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറേ സൈഡിലേക്ക് സീം അലവൻസ് കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അതിനേക്കാളും എന്തുകൊണ്ടും ഇതുപോലെ ഒരു പാറ്റേൺ വെച്ചിട്ട് ആ പാറ്റേണിൽ ആവശ്യമായിട്ടുള്ള സീം അലവൻസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ ലൈനിങ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് സെന്റർ പീസ് വെക്കാം. അതിലേക്കും ഇതേപോലെ തന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെന്റർ പീസിൽ നമുക്ക് ആകെ സൈഡിൽ മാത്രം, അതായത് സെന്റർ പീസിൽ നമുക്ക് സൈഡിൽ മാത്രം ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓൾറെഡി പാറ്റേണിൽ നമ്മൾ ഫ്രഞ്ച് കർവ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സീം അലവൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തോന്നിയ പോലെ, അതായത് ആ ഒരു ഷേപ്പ് അതേപോലെ അല്ലാണ്ട് തോന്നിയ പോലെ അങ്ങ് വരച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഷേപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് വെറുതെ ആയിപ്പോവും. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ പാറ്റേണിൽ ഷേപ്പ് ഉള്ളത് സെയിം അതേപോലെ തന്നെ സീം അലവൻസ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രകാരം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഫ്രണ്ടിലേക്ക് 3 പീസും ബാക്കിലേക്ക് 1 പീസും ആയിട്ടാണ് കിട്ടുക. ഇത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുക്കാം. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ഞാൻ 4 സൈഡും ഇതേപോലെ ഒന്ന് ജസ്റ്റ് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം മെയിൻ ഫാബ്രിക് കോട്ടൺ സിൽക്കാണ്, ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഫാബ്രിക്കാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 4 സൈഡും ജസ്റ്റ് സൈഡിലൂടെ ഒന്ന് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നോർമൽ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് ആണ്. ആദ്യം സെന്റർ പീസ് എടുക്കുക. സെന്റർ പീസിന്റെ മുകളിലായിട്ട് സൈഡിലുള്ള ഒരു പീസ് വെച്ച് കൊടുക്കുക. ആം ഹോളിന്റെ ഭാഗത്തുനിന്ന് കുറച്ച്, അതായത് സൈഡിലുള്ള പീസ് കുറച്ച് മുകളിലേക്ക് പൊക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി വേണ്ട, കുറച്ച്. എന്നുവെച്ചാൽ കുറച്ച് മുകളിലേക്ക് പൊക്കി വെച്ചാൽ മാത്രമേ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ, അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ആ ആം ഹോളിന്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇതേപോലെ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി പറയുന്നത്. എത്രയാണോ നിങ്ങൾ സീം അലവൻസ് വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീം അലവൻസിന്റെ അതേ അളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മെല്ലെ സമയമെടുത്ത് പതിയെ ചെയ്യുക. അതായത് ചുളിവുകളില്ലാണ്ട് മെല്ലെ ടച്ച് ചെയ്ത് ചെയ്യുക. ഒരു കാരണവശാലും വലിച്ചു പിടിക്കരുത് കേട്ടോ. വലിച്ചു പിടിക്കുന്ന സമയത്ത് ക്ലോത്തിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോവും. അപ്പോൾ ക്ലോത്തിനെ വളരെ ഫ്രീ ആയി വിട്ടിട്ട് സമയം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ നിന്ന് താഴെ വരെ ആ ഷേപ്പ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഓവർലോക്ക് ഉള്ള മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് ഓവർലോക്ക് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ക്രോപ്പ് ടോപ്പിന്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പ്രിൻസസ് കട്ട് മോഡലിലുള്ള ക്രോപ്പ് ടോപ്പിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഒത്തിരി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നല്ല രീതിയിൽ പഫ് വരുന്ന സ്ലീവാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഷേപ്പോട് കൂടിയിട്ട് എങ്ങനെ പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. ഷേപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.